നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 ജനുവരി 1 മുതൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും വീഡിയോ കാണാൻ ശ്രമിക്കുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പെൻഷൻ ലഭിക്കാൻ ഇനി ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമാണ് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസ് കണ്ട് കമൻറ്റ് ബോക്സിൽ ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെയെല്ലാം പല കാര്യങ്ങളും പറയാറുണ്ട്. അവരെല്ലാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളെല്ലാം മസ്റ്ററിങ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അല്ലെങ്കിൽ പെൻഷൻ മസ്റ്ററിങ്, അല്ലെങ്കിൽ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ പുനർവിവാഹത്തിനുള്ള സർട്ടിഫിക്കറ്റ്, അതുമല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് പെൻഷൻ ലഭിക്കുമായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക ആളുകൾക്കും അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പെൻഷൻ ലഭിക്കുമായിരുന്നു. പക്ഷേ 2025 മുതൽ ഇനി സർക്കാർ അത് വളരെ കർശനമായി നിരീക്ഷിക്കുകയാണ്. ഓരോ പെൻഷൻ വാങ്ങുന്ന ആളുകളെയും പ്രത്യേകം നിരീക്ഷിച്ച് അവർക്ക് പെൻഷൻ അർഹതയുണ്ടോ എന്ന് നോക്കുകയാണ്. സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് വീട്ടിലൊരു വാഹനമുണ്ടെങ്കിൽ അവർക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. അത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മക്കൾക്കോ ആർക്ക് വാഹനമുണ്ടെങ്കിലും, നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള ആർക്ക് വാഹനമുണ്ടെങ്കിലും അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് സ്വന്തം പേരിൽ ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ, അത് സ്വന്തം വീടാവണമെന്നില്ല, മക്കളെടുത്ത വീടുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ സ്ഥലത്ത് 6 വീട് വെച്ചാലും അത് രേഖാമൂലം നമ്മുടെ പേരിലായിരിക്കും വീട് വരിക. അങ്ങനെ വീടുള്ള ആളുകൾക്കും ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ വീട്ടിൽ AC മറ്റ് സൗകര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കുകയില്ല. അത് നമ്മൾ സ്വന്തമായി വാങ്ങണമെന്നില്ല, അത് മക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വേറെ ആര് വെച്ചാലും അവർക്കും പെൻഷൻ്റെ അർഹതയുണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും ഗവൺമെൻറ് സർവീസിലോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഉണ്ടെങ്കിൽ അവർക്കും ഇനി മുതൽ പെൻഷൻ അർഹതയില്ല. അങ്ങനെ പെൻഷൻ ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട മസ്റ്ററിങ് കാര്യങ്ങളുണ്ട്. പെൻഷൻ മസ്റ്ററിങ്, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ 60 വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട, ഇപ്പോൾ അതിൻ്റെ സമയമാണ്. പുനർവിവാഹിതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് വരുമാന സർട്ടിഫിക്കറ്റ്, എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഈ ഒരു പെൻഷൻ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി നേരിട്ട് അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ ആളുകളെയും നേരിട്ട് അന്വേഷണം നടത്തി അവർ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് മുഖാന്തരമായിരിക്കും പെൻഷൻ നൽകുക. പക്ഷേ ചെറിയ സന്തോഷ വാർത്തയുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. 2025 കഴിഞ്ഞ വർഷങ്ങളിൽ 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർത്ത് കഴിഞ്ഞാൽ അവർക്ക് ലേസം രൂപത്തിലുള്ള 1700 അല്ലെങ്കിൽ 2000 രൂപ വരെയുള്ള പെൻഷൻ കൂടാൻ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.